ഇത് കണ്ടോ, നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്ന നമ്മുടെ കടയുടെ അടുത്ത് തന്നെയുള്ളൊരു പച്ചക്കറി പലചരക്ക് കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൽ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. ഈ കടയിൽ ഒരു ചരിത്രമുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പാണ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ നേരത്തെ വാങ്ങുമായിരുന്നു. അപ്പോൾ ഒരു സന്ധ്യ സമയത്ത് ഞാനും ആൻസൂട്ടനോട് കൂടിയിട്ട് ഈ കടയിൽ വന്നു കേട്ടോ പച്ചക്കറി വാങ്ങാനായിട്ട്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആളുകൾ, വൈകുന്നേരം ഇവിടെ നല്ല അത്യാവശ്യം ആളുകളൊക്കെ വരുന്ന, ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറേ ആളുകൾ വന്നു. അപ്പോൾ ഇവിടെ ജിജോ വിൽക്കാനായിട്ട് നിൽക്കുന്ന പയ്യൻ്റെ പേര് ജിജോ എന്നാണ്. അപ്പോൾ അന്ന് എനിക്ക് അവനെ അറിയുമൊന്നുമില്ല. ഇപ്പം നമ്മൾ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പോൾ ജിജോയുടെ പേർക്ക് ഓടി നടന്ന് എല്ലാവർക്കും സാധനങ്ങൾ എടുത്ത് കൊടുക്കുക. ഞാനാണെങ്കിൽ നിന്ന് മടുത്ത്. ഞാൻ അതിന് മുമ്പേ വന്നത്. അപ്പം ബാക്കി എല്ലാവരും അറിയും, എന്നെ അങ്ങനെ അറിയത്തില്ല. അപ്പം അറിയുന്നവർ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൊടുക്കില്ല, സ്വാഭാവികം. അപ്പോൾ ദാ അവനാണ് കേട്ടോ. അവനറിയാം, നമുക്ക് അവനെടുക്കാം. അപ്പോൾ അവൻ്റെ പേർക്ക് സാധനങ്ങൾ എനിക്ക് എടുത്ത് തന്നില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. കാരണം സന്ധ്യയായി, നമ്മൾ നടന്നു പോകാനുള്ള പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പിന്നെ ദാ കുറച്ചുകൂടെ അങ്ങ് പോയിട്ട്, കരിമണ്ണൂർ സിറ്റി ഇവിടെ നിന്നിൻ്റെ അപ്പുറം, ഇതാ ഇവിടെ കരിമണ്ണൂർ പള്ളിയൊക്കെ. അപ്പം നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് അവിടെ നിന്നൊരു പച്ചക്കറി കടയും കണ്ട് അവിടെ നിന്ന് സാധനങ്ങളും വാങ്ങി. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു ഓട്ടോയും വിളിച്ചു. കാരണം നടന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയായി. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാനത് ജിജോയോട് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ കടയിലേക്ക് നാരങ്ങയൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ജിജോയുടെ അവർക്ക് പറയും, ഇനിയിപ്പോൾ ഇറങ്ങി പോവില്ലോ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതാ അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അവൻ പോലും അറിയാതെ അവനോട് എനിക്കൊരു ദേഷ്യം തോന്നി അങ്ങ് ഇറങ്ങിപ്പോയ ഒരു കാലഘട്ടമൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാ ചേട്ടൻ കടയിൽ നിന്നിട്ട് അവർ ഭയങ്കര കൂട്ടാണ്. ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേക്കൊക്കെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാതാവിൻ്റെ രൂപമൊക്കെ, ഒരു ഫോട്ടോസൊക്കെ തന്നത് അവനായിരുന്നു. അവനും ഫാമിലിയും, അവൻ്റെ വൈഫിനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, അമ്മൂസ് വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ട്. നന്നായിട്ട് പാട്ട് പാടുന്ന പെങ്കൊച്ച അവൻ്റെ വൈഫ്, നല്ല സൗണ്ട് അവളുടെ. അപ്പം അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പം അന്ന് ഞാനിങ്ങനെ ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയെങ്കിൽ അത് അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഇറങ്ങിപ്പോയ കാര്യമൊന്നേ. നല്ല തിരക്കായിരുന്നു, ശ്രദ്ധിക്കാനും സമയം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇരട്ടത്തിരുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം അന്നുണ്ടായതാണ്. എന്താണെങ്കിലും അന്നങ്ങനെ പിണങ്ങി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല. പിന്നെ അവനോട് അന്ന് അത്രയേറെ ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയെങ്കിലും പിന്നെ അവനായിട്ട് ഇത്രയേറെ കൂട്ടാകുമെന്നൊന്നും നമ്മൾ ഓർത്തില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പോലും അറിയാതെ ചേട്ടനതായെങ്കിലും നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.